നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മലർക്കണ്ടി. ഇന്ന് യൂട്യൂബിൽ വന്ന കമൻറ്റ്സ് പരിശോധിച്ചപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്, വീട് പണി പൂർത്തിയായ വീടുകളിൽ എന്തെങ്കിലും ഭംഗി കൂട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോഴാണ് എനിക്കും തോന്നിയത് ഇത് നല്ലൊരു സബ്ജക്റ്റാണ്. കാരണം നമ്മൾ ഒരുപാട് വീടുകൾ പുതുതായിട്ട് വീട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിനോവേഷൻ എന്ന രീതിയിൽ പൊളിച്ചുപണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പോലും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഉള്ള വീടിനെ നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്താൽ ഭംഗി ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞത് കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ. അത് എത്ര കണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടും എന്നറിയില്ല. ഒരു വീട് അത് എത്ര പഴയതാണെങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാകും. വീട് നല്ല രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ടായില്ല. നല്ല ഭംഗിയുള്ള അകത്തളങ്ങളോട് കൂടിയുള്ള വീടാണെങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാതെ അത് ആകെ വൃത്തികേടായിട്ട് വാരി വലിച്ചിടുന്ന രീതിയിൽ അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നന്നാവില്ല, അത് ഭംഗിയുണ്ടാകില്ല. വീട് നല്ല ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കുക എന്നത് തന്നെയാണ് പ്രധാനം. നമുക്കറിയാം, വീടിൻ്റെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് സീലിങ്ങിലൊക്കെ മാറാല പിടിച്ച് കിടക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ ഫാനോ എല്ലാം വളരെ വൃത്തികേടായി കിടക്കുന്നുണ്ടാകും. പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള അഴുക്കുകൾ അതല്ലെങ്കിൽ വൃത്തികേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ആദ്യമെല്ലാം വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കാലമെല്ലാം വീട് നല്ല രീതിയിലൊക്കെ നോക്കും. പിന്നീട് നമ്മുടെ തിരക്ക് കൂടുന്ന സമയത്ത് ഈ വീടിനോടുള്ള പ്രാധാന്യം നമുക്ക് കുറയും. ഉണ്ടാക്കുന്ന സമയത്തുള്ള ആ പ്രാധാന്യം ഒരു 6 മാസം കഴിഞ്ഞാൽ ഉണ്ടാകണമെന്നില്ല. അതുമാത്രമല്ല, നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തുള്ള സങ്കല്പങ്ങളെല്ലാം നമ്മളിൽ നിന്നും പോകും. ബിസിനസ് സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ ഫാമിലി സംബന്ധമായിട്ടോ ഉള്ള പല കാര്യങ്ങളിലൂടെയും നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള ശ്രദ്ധ കുറയും. അതുകൊണ്ട് തന്നെ ആ വീട് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതിനുള്ള ഒരു പാളിച്ച വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില കാഴ്ചയിൽ ആ വീടിൻ്റെ ഉള്ളിൽ കാണാൻ ഭംഗിയില്ലാത്ത ഒരവസ്ഥ വരും. അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ തിരക്ക് തന്നെയാണ് ഇതിന് പ്രധാന കാര്യം. അങ്ങനെ വരുമ്പോൾ ആ വീടിന് കുറച്ച് കാഴ്ച കുറയും, ഭംഗിയില്ലാതെയാകും. ഉണ്ടാക്കി കഴിഞ്ഞ വീടിൽ പല പാളിച്ചകളും ഉണ്ടാകും. അതിൻ്റെ ഡിസൈൻ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകാം. അതല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗിച്ചതിനുള്ള ചില പാളിച്ചകൾ ഉണ്ടാകാം. ഇതുകൊണ്ടെല്ലാം നമ്മുടെ വീടിന്, എല്ലാവർക്കും ഉണ്ടാക്കി കഴിഞ്ഞ വീട് നമ്മുടെ വീട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പല കോംപ്രമൈസിനും നമ്മൾ തയ്യാറായിട്ട് ആ വീടിന് ചിലപ്പോൾ ചില അബദ്ധങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുണ്ടാകും. ചിലപ്പോൾ അത്ര ഭംഗിയില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. ഇനി ഒന്നും അറിയാത്ത രീതിയിൽ ഒരു ഡിസൈനറൊന്നും ഇല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പല പാളിച്ചകളും അതിൽ വന്നിട്ടുണ്ടാകും. ഏതായാലും ആ വീട്, അങ്ങനെ ഒരു വീട് ഉണ്ടെങ്കിൽ എന്തൊക്കെ അതിലൊരു ചെറിയ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും എന്ന് നമുക്ക് പരിശോധിക്കാം. കുറച്ച് പഴക്കം ചെന്ന വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്താൻ താല്പര്യമുണ്ടാകും. എന്നാൽ അധികം പഴക്കമില്ലാത്ത വീടുകൾക്ക് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്താൻ പറ്റില്ല. എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ ആ വീടിനെ ഭംഗിയാക്കി എടുക്കാം. അതായത് ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് തന്നെ നമുക്ക് എടുക്കാം. ആ സിറ്റ് ഔട്ടിൽ ഒരു ഹാൻഡ് റെയിൽ ഉണ്ട്. മുമ്പൊക്കെ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. വീടിൻ്റെ സിറ്റ് ഔട്ടിന് ചുറ്റുമായിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്തുകൊണ്ട് ആ ഹാൻഡ് റെയിൽസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് അന്ന് ആ ഒരു കാലത്ത് ആ കാലത്തിൻ്റെ ഒരു സ്റ്റൈലായിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ ഓപ്പൺ സ്റ്റൈലിലുള്ള സിറ്റ് ഔട്ടുകളാണ് ഉള്ളത്. അതാണ് കൂടുതൽ ഭംഗി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് കുറച്ച് പഴയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു 5-6 വർഷം പഴക്കം ചെന്നതുപോലെ കൂടുതൽ മോഡേൺ അല്ലാതെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീടിൻ്റെ ഇങ്ങനെയുള്ള സിറ്റ് ഔട്ടിലുള്ള ഹാൻഡ് റെയിൽസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഹാൻഡ് റെയിൽ പോയി കഴിയുമ്പോൾ തന്നെ ആ വീടിന് ഒരു ഭംഗി വരാൻ സാധ്യതയുണ്ട്.
അതുപോലെ വീടിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവിടെ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് മാറിയാൽ തന്നെ വീടിന് ഭംഗി വരും. പല വീടുകൾക്കും കുറച്ച് പഴക്കമുള്ള വീടുകൾക്ക് ഭംഗി ഇല്ലാതെയാക്കുന്നത് ആ വീടിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ്. വീടിൻ്റെ ഉള്ളിൽ അടിച്ചിരിക്കുന്ന കളേഴ്സ് എല്ലാം വളരെ ഡാർക്ക് കളേഴ്സ് ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇപ്പോഴുള്ള വീടുകൾക്കെല്ലാം വളരെ ലൈറ്റ് ഷെയ്ഡുകൾ, വൈറ്റ് തന്നെയാണ് കൂടുതൽ. ഒരു 80-90% വീടുകളും ഇപ്പോൾ വൈറ്റ് കളേഴ്സ് തന്നെയാണ് പോകുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ടുള്ള കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന കളേഴ്സുകൾ, അങ്ങനെ നീല, പിങ്ക്, യെല്ലോ, വയലറ്റ്, ഇങ്ങനെയുള്ള പല കളേഴ്സും ഇപ്പോഴും പല വീടുകളിലും കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കളേഴ്സാണ് ആ വീട്ടിനുള്ളിൽ മുഴുവനും അടിച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട് ഒരു പഴക്കം തോന്നിക്കും. കാരണം മുമ്പ് കാലത്തുള്ള ഒരു വീട് പോലെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കളേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായും അത് മാറ്റുക, എന്നിട്ട് അത് വൈറ്റ് കളറാക്കുക. തീർച്ചയായും വൈറ്റ് കളറാണെങ്കിൽ ആ വീട് ഭംഗിയുണ്ടാകും, ഒരു പുതുക്കം തോന്നും. നമ്മുടെ ആ പഴയ കാലത്തുള്ള ആ വീടിൻ്റെ കളറിൽ നിന്ന് മാറി പുതിയൊരു കളർ വരുന്ന സമയത്ത്, തീർച്ചയായും വൈറ്റ് കളർ വരുന്ന സമയത്ത് ആ വീട് ഒരു പുതിയ വീട് പോലെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ കുറച്ച് പഴയ വീടാണെങ്കിൽ തീർച്ചയായും തുണിയുടെ കേർട്ടനൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള കേർട്ടൻസൊക്കെ അഴുക്ക് വന്നിട്ടും അതല്ലെങ്കിൽ അതിൻ്റെ പഴക്കം കൊണ്ട് 5, 6, 10 വർഷം കഴിഞ്ഞ ഒരു വീടാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ക്ലോത്തൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വാഷ് ചെയ്തിട്ട് അതിനൊരു മുഷിഞ്ഞ ഒരു സ്ഥിതി വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേർട്ടൻസൊക്കെ മാറ്റിയിട്ട് നമ്മൾ റോളർ ബ്ലൈൻഡ്സ് പോലെയുള്ള കേർട്ടൻസ് വിൻഡോസിന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ വളരെ നല്ലൊരു മാറ്റം തോന്നും. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ഉള്ളിൽ കാണുന്ന സമയത്ത് കൂടുതൽ നല്ല ഒരു ഷോ, അതല്ലെങ്കിൽ ഒരു പുതിയ വീടിനോട് സമാനമായിട്ടുള്ള ഒരു വീട്, ഒരു ഇൻറ്റീരിയർ നിങ്ങളുടെ വീടിന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ നമ്മുടെ ഫർണിച്ചർ, വീടിൻ്റെ ലിവിങ് റൂമിലുള്ള പഴയ ഫർണിച്ചേഴ്സൊക്കെ മരത്തിൻ്റെ ഫർണിച്ചർ ആണെങ്കിൽ തീർച്ചയായും അതിനൊരു പഴമ, ഒരു പഴയതുപോലെ തോന്നും. ആ ഫർണിച്ചറെല്ലാം മാറ്റിയിട്ട് നമ്മൾ നല്ല പുതിയ മോഡേൺ ആയിട്ടുള്ള ഒരു സോഫയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ല മാറ്റമുണ്ടാകും. ആ പഴയ ഫർണിച്ചർ പോകുന്നതോടുകൂടി തന്നെ പുതിയ ഒരു സ്റ്റൈല് നമുക്ക് ഈ പുതിയ കാലത്തെ ഫർണിച്ചറിലൂടെ, അതല്ലെങ്കിൽ നല്ല സോഫയിലൂടെ എല്ലാം നമുക്ക് ആ വീടിൻ്റെ അന്തരീക്ഷം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ റിനോവേഷനൊന്നും താല്പര്യമില്ലെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽസൊക്കെ പഴയ കാലത്തെ ഹാൻഡ് റെയിൽസ് ആണെങ്കിൽ ഒരു പഴമ നമുക്ക് എപ്പോഴും അതിൽ കാണാം. അത് മാറ്റിയിട്ട് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ ഹാൻഡ് റെയിൽ മാറ്റിയിട്ട് ആ ഹാൻഡ് റെയിലിന് പകരം പുതിയ സ്റ്റൈലിലുള്ള ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. മറ്റൊന്ന്, ഈ വീടിൻ്റെ പഴയ കാലത്തെ വീടാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് അതിൻ്റെ ചുമരിലെല്ലാം കുറച്ച് ഷോക്കേസുകളെല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള ഷോക്കേസിൻ്റെയൊക്കെ ഈ കുറച്ച് കാലമായതുകൊണ്ട് തന്നെ, കുറച്ച് പഴക്കം വീടിനുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഷോക്കേസിൻ്റെ ഉള്ളിൽ വളരെ കൂടുതൽ പ്രോപ്പർട്ടീസ്, പല കാര്യങ്ങളും അതിൽ വെച്ചിട്ടുണ്ടാകും. ആദ്യമെല്ലാം നമ്മൾ വീടിൻ്റെ ഹൗസ് വാമിംഗ് സമയത്തൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളെ അതിൻ്റെ ഉള്ളിലുണ്ടാകൂ എങ്കിലും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ട്രോഫി ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് ഭംഗിയുള്ള എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഷോക്കേസിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ ഷോക്കേസിൻ്റെ ഉൾഭാഗം കാണാൻ ഭംഗിയുണ്ടാകില്ല. അത് ശ്രദ്ധിച്ചിട്ട് അതെല്ലാം വളരെ വൃത്തിയായി ഭംഗിയായി ആവശ്യത്തിന് അതിൽ വെക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉൾഭാഗം കാണാൻ ഭംഗിയുണ്ടാകും. ആ റൂം തന്നെ കാണാൻ വളരെ ഭംഗിയുണ്ടാകും. മറ്റൊന്ന്, ഈ വീട് പെയിൻറ് ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ, നിങ്ങൾക്ക് 4-5 വർഷം കഴിഞ്ഞിട്ട് രണ്ടാമതൊരു പെയിൻറ് ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്താൻ സാധിക്കും. കാരണം വീടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമൊന്നുമില്ല. എന്നാൽ 5-6 വർഷങ്ങൾക്ക് ശേഷം കുറച്ച് പണമെല്ലാം കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായും ചെറിയൊരു പണം ഈ ഒരു ഇൻറ്റീരിയർ സ്റ്റൈലിൽ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാക്കിയെടുക്കാം. അതായത് ഈ വീടിൻ്റെ സീലിംഗ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് ഒക്കെ ആയിരിക്കും. അവിടെ നമുക്ക് ചെറിയ ജിപ്സം ബോർഡിനുള്ള ഒരു കോവലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ജിപ്സം ബോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു പുതിയ സ്റ്റൈലിലുള്ള ഒരു റൂമാക്കി മാറ്റാം. ലിവിങ് റൂമിൽ വേണമെങ്കിൽ ചെയ്യാം, ബെഡ്റൂമിൽ ചെയ്യാം, ഡൈനിങ്ങിൽ ചെയ്യാം. എവിടെയാണോ നിങ്ങൾക്ക്
ഏത് റൂമാണോ നിങ്ങൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകേണ്ടത് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ജിപ്സം ബോർഡിൻ്റെ സീലിങ്ങുകൾ നമ്മുടെ സ്ലാബിൻ്റെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ലാബിൻ്റെ സൈഡിലൂടെ മാത്രം ഒരു 2 അടിയുടെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഒരു 6000 രൂപയോ 7000 രൂപയോ ഒക്കെ ഒരു റൂമിന് നമുക്ക് ചെലവഴിക്കേണ്ടി വരികയുള്ളൂ. ഇങ്ങനെ ചെറിയ ജിപ്സം ബോർഡിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ട് സീലിങ്ങിൽ ചെറിയൊരു വർക്കൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ വീടിൻ്റെ സ്റ്റൈലാകെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ വീട് രണ്ടാമത് പെയിൻ്റ് അടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ജിപ്സം ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പുട്ടി വർക്ക് ചെയ്തിട്ട് പെയിൻറ് നിങ്ങൾ രണ്ടാമത് പെയിൻ്റ് അടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചെറിയ വർക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വളരെ ആ പഴയ വീടാണെങ്കിലും പുതിയ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലൈറ്റ് ഫിറ്റിങ്സുകളൊക്കെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്തുകൊണ്ട് മുമ്പ് കാലങ്ങളിൽ വളരെ കുറച്ച് ലൈറ്റ്സ് 1-2 ലൈറ്റ്സ് ഒക്കെ ഒരു റൂമിൽ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല അത് നല്ല ഫിറ്റിങ്സുകളൊന്നും ആകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ വീടിന് അത്ര ഭംഗി ഉണ്ടാകില്ല. ഇന്ന് ലൈറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഉള്ള ലൈറ്റുകൾ തന്നെ നിങ്ങളൊന്ന് മാറ്റിയിട്ട് ഫാൻസി ലൈറ്റ്സ് ഒക്കെ പുതിയ സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള ഫാൻസി ലൈറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല മാറ്റം തോന്നും. ഡൈനിങ് ടേബിളിന് മുകളിലുള്ള ഫാൻ ഒന്ന് മാറ്റിയിട്ട് അവിടെ നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കുറച്ച് കാണാൻ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ചെയ്തുകൊണ്ട് ഒരു മാറ്റം വരുത്താം. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ചേഞ്ച് നിങ്ങൾക്ക് തോന്നും, വീടിന് കൂടുതൽ ഭംഗിയുണ്ടാകും. ഡൈനിങ് ചെയേഴ്സൊക്കെ വേണമെങ്കിൽ മാറ്റാം. കാരണം ആ ഡൈനിങ് ചെയേഴ്സൊക്കെ മുമ്പ് ഉള്ള ആ ഒരു മരത്തിലുള്ള ചെയേഴ്സ് ആണെങ്കിൽ അതിന് കുഷ്യൻ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി മോഡേൺ ആക്കി എടുക്കാൻ സാധിക്കും. ചില ഡൈനിങ് ടേബിളൊക്കെ മൈക്കയുടെയൊക്കെ പഴയ ടേബിൾ ഉണ്ടാകും, അതിൻ്റെ മുകളിൽ മേശവിരി എന്ന രീതിയിൽ മൂടി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഡൈനിങ് ടേബിൾ ഉണ്ടാവുക. അതെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ടോപ്പ് മാത്രം മാറ്റിയാൽ വേണമെങ്കിൽ ഗ്ലാസ് ചെയ്താൽ ഒക്കെ ഇത് വളരെ ഭംഗിയുണ്ടാക്കും. അങ്ങനെയുള്ള ചില ചേഞ്ചസുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള വീടിൻ്റെ സ്റ്റൈല് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ബെഡ്റൂമിൻ്റെ ഈ കോട്ട് മാറ്റിയിട്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് തോന്നും, കൂടുതൽ ഭംഗി തോന്നും. കാരണം കുറേ കാലം ഈസ്റ്റിലേക്ക് തലവെച്ച് കിടന്ന ഒരാൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സൗത്തിലേക്ക് തലവെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. അത് ആ ഡയറക്ഷനെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ അതുവരെ ആ ബെഡ്റൂം ഉപയോഗിച്ചിരിക്കുന്ന രീതിയിൽ നിന്നും മാറിയിട്ട് ഒരു ചേഞ്ച്, ആ കോട്ട് മാറിയിടുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ആ റൂം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെന്തൊക്കെയോ ഒരു മാറ്റം വന്നതുപോലെ ആദ്യത്തേക്കാളും കൂടുതൽ സൗകര്യം ഇപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അതൊരു തോന്നൽ മാത്രമായിരിക്കും ചിലപ്പോൾ. എന്നാലും ഒരുപാട് കാലം ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം അത് മാറ്റി ചെയ്യുന്ന സമയത്ത് കൂടുതൽ സൗകര്യം അവിടെ വന്നതുപോലെയെല്ലാം തോന്നും. അത് ഏതാണോ നല്ലത് അത് സ്വീകരിക്കാവുന്നതാണ്. എന്നാലും ഒരു ചേഞ്ച് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അതുവരെ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്റ്റൈലിൽ നിന്ന് മാറി കുറച്ചുകൂടി മാറ്റിയെടുക്കാൻ സാധിക്കും, കുറച്ചുകൂടി ഭംഗിയുണ്ടാക്കാൻ സാധിക്കും. പഴയ കാലത്തുള്ള വീടിൽ നിന്ന് മാറി പുതിയ കാലത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് നിങ്ങളുടെ വീടിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി വലിയ ഒരു റിനോവേഷനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല, കൂടുതലായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ വീടിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിംഗ് മാത്രം മാറിയാൽ അതിന് ഭംഗിയുണ്ടാകും. കാരണം അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതിൻ്റെ വീടിൻ്റെ സ്റ്റൈലൊന്നും ഒരു കുഴപ്പവുമില്ലാത്ത സ്ട്രക്ചറൊക്കെ ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഫ്ലോറിങ് മുമ്പുള്ള മൊസൈക്ക് ടൈൽസുകളോ അതല്ലെങ്കിൽ 2x1 മാർബിളിൻ്റെ ചെറിയ ചെറിയ ടൈൽസുകളൊക്കെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ കാവിയായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറുമ്പോൾ ആ വീടിൻ്റെ ഫ്ലോറിങ്ങിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് ചെറിയ വില കുറഞ്ഞിട്ട് നമുക്ക് വിട്രിഫൈഡ് ടൈൽസ് ഇപ്പോൾ 2x2 എല്ലാം കിട്ടാനുണ്ട്. ഇങ്ങനെ പഴയ കാലത്തെ ആ ഫ്ലോറിങ് മാറ്റിയിട്ട് പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലോറിങ് ചെയ്യുക വഴി കൂടുതൽ റിനോവേഷൻ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ വീടിൻ്റെ അകത്തളം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊന്ന് കിച്ചൺ ആണ്. ഈ വളരെ പഴയ കിച്ചൺ ആണെങ്കിലും ഒരു 4-5 വർഷം പഴക്കമുള്ള കിച്ചൺ ആണെങ്കിലും ആ കിച്ചണ് ചിലപ്പോൾ കൂടുതൽ ക്യാബിനറ്റ്സ് ഒന്നും അടിച്ചിട്ടുണ്ടാകില്ല. വെറുതെ ഒരു സ്ലാബും അതിൻ്റെ മുകളിലെല്ലാം കുറേ പാത്രങ്ങളെല്ലാം വെച്ചിട്ട് അതെങ്ങനെ കൂടുതൽ പാത്രങ്ങൾ കുറേ സമയം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പാത്രങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ആ കിച്ചൺ കാണാൻ ഭംഗിയുണ്ടാകില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ കിച്ചണിൽ ക്യാബിനറ്റ് അടിച്ചുകൊണ്ട് അതിനെ ഒരു തട്ടുകൾ അടിച്ചുകൊണ്ട് നിങ്ങളുടെ പാത്രങ്ങൾ വൃത്തിയായിട്ട് അടുക്കും ചിട്ടയോടും
കൂടി അത് സൂക്ഷിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ കിച്ചൺ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ആ കിച്ചൺ കാണാൻ ഭംഗിയുണ്ടാകും. അതല്ലാതെ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ ഓപ്പണായി കാണുന്ന സമയത്ത് ആ കിച്ചൺ സൗകര്യമില്ലാത്തതുപോലെ തോന്നും. അത് ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ വർക്കുകൾ, ഇനി നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി കൂടുതൽ പണം ഇല്ലെങ്കിലും തീർച്ചയായും ഒരു സിൻഡെക്സിൻ്റെ ഷട്ടേഴ്സൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്യാബിനറ്റുകൾ അടിച്ചുകൊണ്ട് നമുക്ക് കുറഞ്ഞ രീതിയിൽ പണം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കിച്ചണെ ഭംഗിയാക്കി എടുക്കാൻ സാധിക്കും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.